നമസ്കാരം, എൻ്റെ പേര് ശബരീഷ്. പണ്ടൊക്കെ നമ്മൾ ചോദിക്കുന്നത് ലാലേട്ടൻ ഫാനാണോ അതോ മമ്മൂക്ക ഫാനാണോ എന്നല്ലേ. പക്ഷെ ഇപ്പോൾ കോവിഷീൽഡാണോ അതോ കോവാക്സിൻ ആണോ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ കോവിഷീൽഡും കോവാക്സിനും എന്ന് പറഞ്ഞാൽ വാക്സിനുകളിലെ സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹരികൃഷ്ണൻസിലെ ജൂഹി ചൗളയുടെ അവസ്ഥ പോലെയാണ്. ഇതിൽ രണ്ടിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കഥയിലെ ഗുപ്തൻ ആരാണ്? അത് വേറെ ആരുമല്ല, മോദിജിയാണ്. കാരണം ചായ ഊതി ഊതി കുടിക്കാൻ ഇഷ്ടം വേറെ ആർക്കാണ്? ഈ കോവിഷീൽഡും കോവാക്സിനും മാത്രമല്ല, ഒരുപാട് പുതിയ വാക്സിനുകളും വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിനെ പോലെയാണ്. കാരണം ഒറ്റ ഷോട്ട് മതി കഴിവ് തെളിയിക്കാൻ. ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കാർത്തിക് സൂര്യയുടെ കരിയർ പോലെയാണ്. ആദ്യം ഒന്നും ആരും മൈൻഡ് ചെയ്തില്ല, പിന്നെ ഇതൊരു ഒറ്റയടിക്ക് വൈറലായി. ഇപ്പൊ കേരളത്തിന് പലയിടത്തും ഹലോ ഗായ്സ് എന്ന് പറയുന്ന സിംറ്റം കണ്ടുവരുന്നുണ്ട്. ഇതിനുള്ള ഒരു പോംവഴി എന്താന്ന് പറഞ്ഞാൽ വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗോകുൽ. അവനൊരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, എടാ പുറത്തേക്കൊക്കെ പോകണമെങ്കിലേ, വിദേശത്തൊക്കെ പോകണമെങ്കിൽ കോവിഷീൽഡ് എടുത്താലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും കോവിഷീൽഡ് എടുക്കും. നീ എന്നിട്ട് പാസ്പോർട്ട് എടുത്തോ? അവൻ ഇല്ല, പാസ്പോർട്ട് എടുത്തിട്ടില്ല. അവൻ ഇന്നേ വരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല, എന്നാലും അവൻ കോവിഷീൽഡ് എടുക്കും. ഈ ഒരു കോൺഫിഡൻസ് ആണ് പലപ്പോഴും ജീവിതത്തിൽ എനിക്കില്ലാതെ പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. പൊതുവേ ഈ വാക്സിൻ എടുക്കുന്നതിൽ 2 തരം ആളുകളുണ്ട്. ചില ആദ്യത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ചോദിക്കും ഇതിന് വല്ല സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ശേഷം മാത്രം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. പൊതുവേ എല്ലാ വാക്സിനും കോമൺ ആയിട്ട് ഒരു സൈഡ് എഫക്റ്റേ ഉള്ളൂ. ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇടാനുള്ള ഒരു ടെൻഡൻസി. ഇവരുടെയൊക്കെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവർക്ക് വാക്സിൻ ആണോ കിട്ടിയത് അതോ ഒളിമ്പിക്സിൽ വല്ല മെഡലാണോ കിട്ടിയത്. അമ്മാരി തള്ള. അവസാനം എനിക്കും കിട്ടി, കാത്തിരിപ്പിന് വിരാമം, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഭയങ്കര തള്ളുകൾ. രണ്ടാമത്തെ ചില ആളുകളുണ്ട്, അവരെന്ന് പറഞ്ഞാൽ ഫ്രീ വാക്സിന് വേണ്ടി ഏതറ്റം വരെയും പോകും. എൻ്റെ അമ്മാവൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നു എറണാകുളം വരെ ഫ്രീ വാക്സിന് വേണ്ടി. വാക്സിൻ ഫ്രീ ആയിരുന്നു, പക്ഷെ പെട്രോൾ ഇനത്തിൽ ചിലവായി ഒരു 1600 രൂപ. അമ്മാവൻ ഈ വാക്സിൻ എടുത്ത് എൻ്റെ അച്ഛനെ വിളിച്ചു. അച്ഛനെ ഫോൺ വിളിച്ചു. അച്ഛനെ ഫോൺ വിളിച്ചപ്പോൾ അച്ഛന് വല്ലാത്ത സമ്മർദ്ദമായി. അച്ഛൻ ഈ കോവിൻ ആപ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ ടിൻഡറിലും മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇരിക്കുന്ന പോലെയാണ്. 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 25 കിലോമീറ്റർ. തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയും ഏതെങ്കിലും ഒരെണ്ണം സെറ്റായാൽ മതി എന്നുള്ളതാണ് അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ്. അച്ഛന് വേണ്ടി ഞാൻ വാക്സിൻ നോക്കി തുടങ്ങി. കോവിനിൽ ആദ്യത്തെ ദിവസം കിട്ടിയില്ല, രണ്ടാമത്തെ ദിവസം കിട്ടിയില്ല, മൂന്നാമത്തെ ദിവസം കിട്ടി OTP. പിന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു വാക്സിന് സ്ലോട്ട് കിട്ടാൻ വേണ്ടി. അങ്ങനെ അച്ഛന് വാക്സിന് സ്ലോട്ട് കിട്ടി. അതായിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖമാരാ, നഴ്സുമാരെ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ നഴ്സുമാരെ മാലാഖമാരെ പോലെ കാണുന്നത്. മറ്റു നാട്ടിലൊക്കെ നഴ്സുമാരായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ അവർ മാലാഖമാരാണല്ലോ. കാരണം എപ്പോഴൊക്കെ അവർ ശമ്പളം കൂടുതൽ വെച്ചാലും അപ്പോഴൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാമല്ലോ. ഇനി ഒരുപാട് അവരെ നമ്മൾ മാലാഖമാരാക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, പലരും പറന്നു പോകും. അങ്ങനെ അച്ഛനും വാക്സിൻ കിട്ടി. അച്ഛൻ ഉടനെ തിരിച്ച് അമ്മാവനെ വിളിച്ചു. അമ്മാവൻ്റെ വീട്ടിലെല്ലാവരും കംപ്ലീറ്റ്ലി വാക്സിനേറ്റഡ് ആണ്. മറ്റുള്ളവർക്കൊക്കെ ചെറിയൊരു പനിയും തലവേദനയൊക്കെ ഉള്ളൂ, പക്ഷെ അമ്മാവന് മാത്രം ഛർദി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അമ്മാവൻ സർക്കാർ ആശുപത്രിയിൽ നിന്നും വാക്സിൻ എടുത്ത ശേഷം സർക്കാർ തന്നെ വേറൊരു സ്ഥാപനമായ ബിവറേജിൽ പോയി ഒരു ഫോറിൻ വാക്സിൻ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ഛർദി എന്ന്. അപ്പോൾ ഈ അമ്മാവന് വാക്സിൻ കിട്ടി. അതിനുശേഷം നമുക്കിപ്പോൾ ഈ വാക്സിന് മാത്രമല്ല സൈഡ് എഫക്റ്റ്. ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോമിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്നാണല്ലോ എല്ലാവരും ജോലി. ഈ വർക്ക് ഫ്രം ഹോമിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ വർക്ക് ഫ്രം ഹോമിലാണ്. അവർക്ക് ഈ അടുത്ത് പുതിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായി. ഇപ്പം ആ സൈഡ് എഫക്റ്റ് പയ്യെ നടന്നു തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സ്കൂളിൽ ചേർക്കേണ്ടി വരും. അതും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് തുടങ്ങും. ഇതുകൊണ്ടാണല്ലോ സർക്കാർ നമ്മളോട് പറഞ്ഞേ ജീവന്റെ വിലയുള്ള ജാഗ്രത വേണം. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്കിട്ട് ഒരുപാട് താങ്ങ് വന്നു.